അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമല്ല മനുഷ്യർക്ക് സമാധാനം. കാക്കനാട് ക്രിസ്തോസ് മാർത്തോമ ഇടവകയുടെ 2020 ക്രിസ്മസ് ഗാനസന്ധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. COVID-19 എന്ന മഹാമാരിയുടെ നടുവിൽ ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി കാരൽ സന്ധ്യയായി കൂടി വരുവാൻ നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് 1000 സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. Let us all rise and join the choir in singing the opening carol, O Come All Ye Faithful. I request Reverend John Givagis Achin to lead us with the opening prayer. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങളുടെ തലകളെ വണക്കുവാനും നിന്നെ ആരാധിപ്പാനും സ്തുതിപ്പാനും ഒക്കെ നീയോട് ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തിയതിനായിട്ട് കൃപകൾ ധാരാളമായിട്ട് ഞങ്ങൾക്ക് നൽകി തരികയും ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് സൗഖ്യം കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കുകയും ചെയ്തതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പലയിടങ്ങളിലായിരിക്കുന്ന ഞങ്ങൾക്ക് പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തിൽ നിന്റെ ദൈവിക സ്ഥാനങ്ങളിലായി തീരുവാൻ ഞങ്ങളെ നീ അവിടുന്ന് സഹായിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, COVID-19 പ്രയാസം അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കുഞ്ഞാടായി ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ ജനനം ആഘോഷിപ്പാനും അത് സ്വീകരിപ്പാനും
ഞങ്ങളെ എല്ലാവരെയും നീ അവിടുന്ന് യോഗ്യരാക്കിയതിനായിട്ട് സ്തോത്രം. തലകളെ വണക്കിയിരിക്കുന്ന ഞങ്ങളെ ഏവരെയും നീ അവിടുന്ന് ശക്തീകരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പാട്ടുകൾ പാടുവാനും നിന്നിൽ സന്തോഷിപ്പാനും ഒക്കെ നീ അവിടുന്ന് അവസരങ്ങൾ ഒരുക്കി തരുന്നതിനായിട്ട് സ്തോത്രം. മാലാഖമാർ പാടുന്നത് പോലെ കൊയറംഗങ്ങൾ ഒരുമിച്ച് പാട്ടുകൾ പാടുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ജനിച്ചു എന്നുള്ള ഒരു സന്തോഷം, രക്ഷകൻ ഞങ്ങൾക്ക് വേണ്ടി പിറന്നു എന്ന പ്രത്യാശയോടുള്ള ജീവിതം ജീവിക്കുവാനുള്ള നന്മ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തരുന്നതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നേതൃത്വം നൽകുന്ന ഏവരെയും നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. മാർ കൂർലോസ് തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓൺലൈനായിട്ട് ഞങ്ങളുടെ കൂടെ ഇന്ന് ഈ പ്രോഗ്രാമിൽ ആയിത്തീരുവാനും നിന്റെ ദൈവിക തണലിൽ നീ ശക്തീകരിച്ച് ബലപ്പെടുത്ത ദൈവത്തിന്റെ വചനം ഞങ്ങൾക്ക് വിളമ്പി തരുവാനും മകനെ നീ അവിടുന്ന് ബലപ്പെടുത്തിയതിനായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ, ഇന്ന് വചനത്തിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാനും ഈ ലോകത്തിൽ ഞങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിപ്പാനും ഞങ്ങളെ എല്ലാവരെയും നീ അവിടുന്ന് സജ്ജരാക്കണമേ ഞങ്ങൾ യാചിക്കുന്നു. അതിനായി ഞങ്ങളെ നീ അവിടുന്ന് ഒരുക്കണമേ ഞങ്ങൾ യാചിക്കുന്നു കർത്താവെ. നിന്നെ സ്തുതിക്കുന്ന വലിയൊരു അനുഭവം ഞങ്ങൾക്ക് ഈ പ്രോഗ്രാമിലൂടെ നീ അവിടുന്ന് സാധിച്ചു തന്നതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പുതിയൊരു വർഷം ഞങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി തരുന്നു ദൈവമേ. ആ ഒരുക്കത്തിന്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് സ്വീകാര്യത്തക്കണോ ഞങ്ങളെ നീ അവിടുന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ ഞങ്ങൾ യാചിക്കുന്നു. പ്രാർത്ഥന നീ അവിടുന്ന് കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രത്യേക സാഹചര്യത്തിൽ ക്രിസ്മസ് കാരൽ മുടക്കം കൂടാതെ നടത്തുവാൻ വേണ്ട ആലോചനകളും പ്രോത്സാഹനവും നൽകിയ നമ്മുടെ പ്രിയ വികാരി റെവറൻ PJ ജോൺ അച്ഛനെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കരോൾ സർവീസിൻ്റെ മുഖ്യ അതിഥി അഭിമന്യ ഡോക്ടർ ഗിവറീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, ആദരണീയരായ വൈദിക ശ്രേഷ്ഠൻ, കർത്താവിൽ പ്രിയ വിശ്വാസ സമൂഹമേ, സ്നേഹ വന്ദനം. ഈ വർഷത്തെ ക്രിസ്മസ് കരോൾ സർവീസിൽ നമുക്കൊരുമിച്ച് ഇപ്രകാരം പങ്കുചേരുവാൻ ലഭിക്കുന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി കരയട്ടെ. സമാനതകളില്ലാത്ത ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിലാകുന്നു ഈ വർഷം ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ നാം എല്ലാവരും പങ്കുചേരുന്നത്. ആളുകൾ തിങ്ങി നിറഞ്ഞ ദേവാലയ ഇടങ്ങളും വർണ്ണപ്പകട്ടാർന്ന നക്ഷത്ര ദീപങ്ങളും ശ്രുതിമധുരമായി നിന്ന് പാടുന്ന കരോൾ ഗായക സംഘങ്ങളും വേദികളായി തീർന്ന കഴിഞ്ഞ വർഷങ്ങളിലെ ക്രിസ്മസ് ആഘോഷങ്ങളല്ല ഇന്ന് നമുക്കുള്ളത്. അതെല്ലാം നമുക്ക് നല്ല ഓർമ്മകളായി മാറുന്നു. ആ നല്ല ഓർമ്മകളിൽ നിന്നുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കുചേരുവാൻ, പ്രത്യേകിച്ച് ഈ പ്രതിസന്ധിയുടെ നാളുകൾ നമുക്ക് ഇടയാക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രക്ഷകൻ്റെ തിരുപ്പിറവി ഇന്ന് ലോകത്തിന് നൽകുന്ന സന്ദേശം മുൻപ് എന്നത്തേക്കാളും സംഗതമാണ്. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഇതായിരുന്നുവല്ലോ ആദ്യ ക്രിസ്മസിൽ ലോകം ശ്രവിച്ചത്. ഭയവും വേദനയും നിരാശയും ഒറ്റപ്പെടലും തിരസ്കരണവും നിറഞ്ഞ ഇന്നത്തെ ജീവിത അനുഭവങ്ങളിൽ രക്ഷകൻ്റെ പിറവി ലോകത്തിന് പുതിയ പ്രതീക്ഷ നൽകുന്നു. ഒപ്പം ജീവിത നൊമ്പരങ്ങളിൽ നെടുവീർപ്പെടുന്ന, ക്ലേശങ്ങളിൽ വലയുന്ന ജീവിതങ്ങൾക്ക് ആശ്വാസം പകരുന്നു. ക്രിസ്തുവിൻ്റെ പിറവിയെപ്പറ്റി
സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവർ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ അവർ ശിശുവിനെ പുൽത്തൊട്ടിയിൽ കിടത്തി. രക്ഷകൻ്റെ പിറവിയെപ്പറ്റിയുള്ള വിവരണങ്ങളിൽ ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. യോഗ്യമായിടത്ത് പിറക്കുവാൻ കഴിയാതെ പോയ ഒരു കുഞ്ഞിൻ്റെ ജനനം, പിറക്കുവാൻ ജീവിക്കുവാൻ ഇടം നഷ്ടപ്പെട്ടവൻ്റെ ജീവിതാവസ്ഥ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. മനുഷ്യൻ്റെ ജീവിതവും ജീവനോപാധികളും ജീവന ഇടങ്ങളും നഷ്ടപ്പെടുന്ന ഇന്നത്തെ സാഹചര്യം, ഈ അനുഭവത്തിലൂടെ നമ്മുടെ ചുറ്റുപാടും ലോകവും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇടം നഷ്ടപ്പെട്ട, ഇടം തേടിപ്പോകുന്നവരുടെ ഒരുപാട് നൊമ്പര കാഴ്ചകൾ ഈ കോവിഡ് കാലം നമ്മൾ കണ്ടു. സ്വന്തം നാട്ടിലെത്തുവാൻ കാൽനടയായി പോയവർ, ആ യാത്രയിൽ റെയിൽവേ പാളങ്ങളിൽ പാതയോരങ്ങളിൽ ജീവിതം പൊലിഞ്ഞു പോയവർ, രോഗികളെ ശുശ്രൂഷിച്ച രോഗം ഏറ്റുവാങ്ങി ജീവിതം നഷ്ടപ്പെട്ടവർ, സ്വന്തം ഭവനത്തിൽ ഇടം കിട്ടാതെ അഭയകേന്ദ്രങ്ങളിൽ എത്തപ്പെട്ടവർ, ഇങ്ങനെ ഒരുപാട് നൊമ്പര കാഴ്ചകൾ. ഏറ്റവും ഒടുവിലായി 130-ലധികം കോടി ജനതയെ തീറ്റിപ്പോറ്റുന്ന കർഷക സമൂഹത്തെ അവരുടെ ജീവന ഇടങ്ങളിൽ നിന്നും പറിച്ചു മാറ്റി കോർപ്പറേറ്റ് അധിനിവേശത്തിന് വേണ്ടി ഒത്താശ ചെയ്യുന്ന സർക്കാർ സംവിധാനങ്ങൾ. ഇതിനിടയിലും പ്രതീക്ഷയുടെയും തിരുനാളങ്ങൾ പലയിടങ്ങളിലും നമുക്ക് ദർശിക്കുവാനായി സാധിക്കുന്നു. ഇരുളിൽ തപ്പിത്തടയുന്ന ലോകത്തെ ചേർത്ത് പിടിക്കുവാൻ, നൊമ്പരപ്പെടുന്ന ജീവിതങ്ങൾക്ക് ആശ്വാസം പകരുവാൻ, ഇടം നഷ്ടപ്പെടുന്നവന് ഇടമൊരുക്കുവാൻ, ഒപ്പം ചേർന്ന് നിൽക്കുവാൻ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് കരോൾ സർവീസിൻ്റെ മുഖ്യ അതിഥി അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പോലീത്ത തിരുമേനിയാകുന്നു. യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസന അധിപനായി അനുഗ്രഹീതമായ നേതൃത്വം നൽകി വരുന്നു. കേരളത്തിലെ ക്രിസ്തീയ സഭ മേലധ്യക്ഷന്മാരുടെ നിരയിൽ അഭിമന്യ തിരുമേനിയുടെ വേറിട്ട ശബ്ദമാണ്. മലങ്കര മാർത്തോമാ സഭയുടെ യുഹാനൻ തിരുമേനിയുടെയും കാൽഡിയൻ ചർച്ചിൻ്റെ പൗലോസ് തിരുമേനിയുടെയും കാലശേഷം കേരള സമൂഹം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അഭിമന്യ തിരുമേനി. സമകാലീന വിഷയങ്ങളോടുള്ള തിരുമേനിയുടെ നിലപാടുകൾ ഏറെ പ്രസക്തമാണ്. അഭിമന്യ തിരുമേനിയുടെ സ്വദേശം കോട്ടയം വാകത്താനം നാലനാക്കലാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരേ കാലഘട്ടത്തിൽ ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ പഠിച്ചവരാണ്. ആ സ്നേഹബന്ധം ഇന്നും തുടരുന്നു. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിലും അഭിമന്യ തിരുമേനി നമ്മുടെ സമയം കണ്ടെത്തി നമ്മോടൊപ്പമായിരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനിയെ കാക്കനാട് ക്രിസ്മസ് ഇടവകയിലേക്കും പ്രത്യേകാൽ ഈ വർഷം നടത്തപ്പെടുന്ന ക്രിസ്മസ് കരോൾ സർവീസിൻ്റെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നതിലും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാന്യരായ അച്ഛന്മാരായ പ്രിയപ്പെട്ട മാത്യു വർഗീസ് അച്ഛൻ, ജോൺ അച്ഛൻ, എബ്രഹാം തോമസ് അച്ഛൻ, വർഗീസ് മേശു അച്ഛൻ, ജോൺ ഗീവർഗീസ് അച്ഛൻ, അതോടൊപ്പം തന്നെ ഇടവക ചുമതലക്കാർ ഇന്നത്തെ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നു. അവരെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ കരോൾ സർവീസിൻ്റെ ധന്യത പകരുന്നത് നമ്മുടെ ഇടവക ഗായ സംഘമാകുന്നുവല്ലോ. പ്രത്യേകിച്ച് സീനിയർ ഗായ സംഘം, ജൂനിയർ ഗായ സംഘം, അവരെല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സന്തോഷകരമായ ക്രിസ്മസ് ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും
അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമാറാകട്ടെ. താങ്ക് യു അച്ഛൻ. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി സ്വർഗീയ രാജകുമാരൻ ഈ ഭൂമിയിലെ ഒരു കാലിത്തൊഴുത്തിൽ പിറവിയെടുത്തു. ആശ്വാസദായിക, ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ വെടിപ്പാക്കണമേ. സ്വർഗവും ഭൂമിയും ഒന്നു ചേർന്ന് ആഘോഷിക്കുന്ന ഈ ഉത്സവത്തിൽ നമുക്കും പങ്കുചേരാം. 1988 മിസ്റ്റർ ജി തോമസ് ജോൺ രചിച്ച് സംഗീതം പകർന്ന നക്ഷത്ര പൊയ്കയിനക്കരയുണ്ടൊരു രാജകൊട്ടാരം എന്ന ഈ ഗാനത്തിനായി ട്രാക്സ് അറേഞ്ച് ചെയ്ത് നമ്മെ സഹായിച്ചത് നമ്മുടെ മുൻ കൊയർ മെമ്പർ മിസ്റ്റർ വിനയ് തോമസ് ആണ്. നമ്മുടെ ക്രിസ്തോസ് വെർച്വൽ കൊയർ ഈ ഗാനം അവതരിപ്പിക്കുന്നു. രാജകൊട്ടാരം
ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 9, 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ കഷ്ടതയിൽ ഇടുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ട് അവൻ സെബൂലിൻ്റെ ദേശത്തിനും നഥാൽ ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നീട് അതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്തസ്തമയുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചില്ല. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവൻ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്നു. സന്തോഷം കൊയ്ത്തുകാലത്തെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്ന പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവൻ്റെ വടിയും മിദ്യൻ്റെ നാളിലെന്ന പോലെ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടിട്ട് നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ തീയ്ക്ക് ഇരയായിത്തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്വവും ഇന്നുമുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടെയും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. ഇവിടെ ഒന്നാം പാഠം അവസാനിച്ചു. Christmas is not just a story or about a time and place, but it is all about Jesus and his glory, by whom and which alone mankind would be saved from God's coming judgment. Christ has come to fill our hearts with love. He came to save. Let's be filled with his love as the young voices of the Junior Virtual Choir sing the carol Emmanuel Has Come, composed by Don Nguyen. Christmas is about His glory. Christmas is about His grace. Christmas is a gift
final lesson for this evening will be read by Mrs. Neba Abraham. രണ്ടാം പാഠം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 1 to 20. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണം എന്ന് ഔഗുസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേന്യോസ് സുറിയനാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തൽ ഉണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിൻ്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവൻ ആകുക കൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറേത്ത് പട്ടണം വിട്ട് യഹൂദയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിന് ഉള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായ്കയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായിത്തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസെഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. ഇവിടെ പാഠം അവസാനിക്കുന്നു. ഓരോ ക്രിസ്മസ് ഗാനസന്ധ്യയും അർത്ഥപൂർണമാകുന്നത് ക്രിസ്മസ് സന്ദേശത്തിലൂടെയാണ്. ഇന്ന് നമുക്ക് ക്രിസ്മസ് സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നതിനായി നമ്മുടെ മധ്യയുള്ളത് യാക്കോബായ സുറിയാനി സഭയുടെ ദിനടം ഭദ്രാസനാധിപൻ റൈറ്റ് റെവറൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പോലിത്തയാണ്. വ്യക്തമായ സാമൂഹിക രാഷ്ട്രീയ നിലപാടുകളിലൂടെ പ്രസിദ്ധനായ പിതാവ് വിവിധ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളുടെ അമരക്കാരനാണ്. ഇപ്പോൾ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ പ്രസിഡന്റായും വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ മോഡറേറ്ററായും പ്രവർത്തിക്കുന്നു. ക്രിസ്മസ് സന്ദേശം നൽകുന്നതിനായി അഭിവന്ദ്യ പിതാവിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ആദ്യമേ തന്നെ ക്രിസ്തു നിറഞ്ഞ ക്രിസ്മസിന്റെയും നന്മ നിറഞ്ഞ ഒരു പുതിയ വർഷത്തിന്റെയും ഭാവുകങ്ങൾ, മംഗളങ്ങൾ ആദ്യമേ നേരുകയാണ്. കാക്കനാട് ക്രിസ്റ്റോസ് മാർത്തോമ ഇടവക ഈ വർഷം നടത്തുന്ന കാരൽ സർവീസിൽ സന്ദേശം നൽകുവാൻ എന്നെ ക്ഷണിച്ചതിന് ഇടവകയോടും പ്രത്യേകിച്ച് ഇതിന്റെ വികാരി ബഹുമാനപ്പെട്ട PJ ജോൺ അച്ഛനോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂർ UT കോളേജിൽ ഒരു കാലത്ത് പഠിച്ചവരാണ്. അച്ഛനെ വീണ്ടും വെർച്വലായിട്ടാണെങ്കിലും കാണുവാൻ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ മംഗളങ്ങളും ക്രിസ്മസിന്റെയും പുതിയ വർഷത്തിൻ്റെതുമായി നേരുകയും ചെയ്യും. ഒരു ചെറിയ സന്ദേശം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ വെച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഈ കോവിഡ് കാലത്ത് ആഘോഷങ്ങളെല്ലാം ചുരുങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ മനുഷ്യൻ പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണ്.
ക്രിസ്മസിന്റെയും സന്ദേശവുമായിട്ട് അതിന് ബന്ധമുണ്ടെന്ന് ഞാൻ വിചാരിക്കുക. ക്രിസ്മസിന്റെ വിവിധ സന്ദേശങ്ങളിൽ ഒന്ന്, പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി നമുക്ക് കാണാവുന്നതാണ് ചെറുതിന്റെ മാഹാത്മ്യം. ഒരർത്ഥത്തിൽ ചെറുതാണ് മനോഹരമെന്ന പ്രഖ്യാപനമാണ് ക്രിസ്മസ്. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നൊരു പുസ്തകത്തിന്റെ തലക്കെട്ടാണ്. ഷൂമാക്കർ എന്ന് പറയുന്ന പ്രസിദ്ധനായ ചിന്തകൻ എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. ചെറുതാണ് മനോഹരം. ക്രിസ്മസിന്റെ ഒരു സന്ദേശം അതായി ഞാൻ കാണുകയാണ്. നമ്മുടെ അഭിമാനമായ അരുന്ധതി റോയുടെ ബുക്കർ പ്രൈസ് കിട്ടിയ പുസ്തകത്തിന്റെ പേര് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ചെറുമരുടെ ദൈവം എന്നാണ് മലയാള പരിഭാഷ. ചെറുമരുടെ ദൈവത്തിന്റെ പിറവിയാണ് ക്രിസ്മസ്. ദൈവം ചെറുതായതിന്റെ ഓർമ്മയാണ് ക്രിസ്മസ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയണം. നമ്മൾ ചെറുതെന്ന് വിചാരിക്കുന്നതിനെ വലുതായി കാണുന്ന ഒരു ദൈവം, നമ്മൾ വിലയില്ലാത്തത് എന്ന് കരുതി മാറ്റി നിർത്തുന്നതിനെ ഏറ്റവും വില കൊടുത്ത് ചേർത്ത് നിർത്തുന്ന ദൈവത്തിന്റെ പിറവിയാണ് ക്രിസ്മസ്. നമ്മുടെ കണക്കിൽ 99 വിലയെങ്കിൽ കർത്താവിന്റെ കണക്കിൽ നഷ്ടപ്പെട്ടു പോയ 1 അതിനേക്കാൾ വില. അതാണ് ക്രിസ്മസിന്റെ സന്ദേശം. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ദൈവം ചെറുതിനെ മാനിക്കുന്നു, ചെറിയവരെ മാനിക്കുന്നു, അവർക്ക് വില കൂടുതൽ നൽകുന്നു. ക്രിസ്മസിന്റെ സന്ദേശം അതാണ്. ഏറ്റവും ചെറുതിനെ ഏറ്റവും വലുതായി കാണുവാനുള്ള മനസ്സുണ്ടാകുമ്പോഴാണ്, ഏറ്റവും ചെറിയവരെ ഏറ്റവും വില കൊടുത്ത് ചേർത്ത് നിർത്തുന്നതാണ് ക്രിസ്മസിന്റെ സന്ദേശം. കോവിഡ് ഈ കാലത്ത് നമുക്ക് ഈ പാഠം പകർന്നു നൽകുന്നുവെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 5000-ലധികം വരുന്ന ഒരു ജനസഞ്ചയത്തെ പരിപോഷിപ്പിക്കുവാനായിട്ട് 5 അപ്പവും 2 മീനും എന്ന് പറയുന്ന ചെറിയ വിഭവം മതിയായിരുന്നു. ലിറ്റിൽ ഇസ് മച്ച് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കയ്യിൽ ചെറുത് വലുതാണ്. അതുകൊണ്ട് ഏറ്റവും ചെറുതിനെ ഏറ്റവും വലുതായി കാണുവാനുള്ള നമ്മുടെ മനസ്സാണ് ക്രിസ്തു മനസ്സ്. ആ മനസ്സോടുകൂടി ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. സോഷ്യൽ മീഡിയയിൽ വൈറലായ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സത്യൻ അന്തിക്കാടിന്റെ ഒരു കഥയാണ്. നിങ്ങളത് കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സിംഗിൾ ഡിജിറ്റ്സിൽ ഏറ്റവും വില കൂടിയത് 9-നാണല്ലോ. അപ്പൊ ഏറ്റവും വില കൂടിയത് 9-നായതുകൊണ്ട് 9-ന് ഒരു അഹങ്കാരം പിടിച്ചു. എന്നേക്കാൾ വിലയുള്ളത് ആരും സിംഗിൾ ഡിജിറ്റ് അക്കങ്ങളിൽ ആരും ഇല്ല. ആ അഹങ്കാരം അദ്ദേഹത്തെ മത്ത് പിടിപ്പിച്ചപ്പോൾ തൊട്ടു താഴെയുള്ള 8-നെട്ട് 9 ഒരു അടി വെച്ചു കൊടുത്തു. അദ്ദേഹം 9 അതിന്റെ അധികാരം പ്രകടിപ്പിച്ചതാണ്. അടികൊണ്ട 8 തൊട്ടു താഴെയുള്ള 7-നെട്ട് തിരിച്ചടിച്ചു. 8-നേക്കാൾ വില കുറവാണല്ലോ 7-ന്. 7 6-നെട്ടും, 6 അതിന്റെ താഴെയുള്ള 5-നെട്ടും, 5 അതിന്റെ താഴെയുള്ള 4-നെട്ടും, 4 3-നെട്ടും, 3 2-നെട്ടും, 2 1-നെയും അടിച്ചു വീഴ്ത്തി. വില കുറഞ്ഞതിനെല്ലാം വില കൂടിയവർ അടിച്ച് താഴ്ത്തി. വീണ് കിടക്കുന്ന 1 എഴുന്നേറ്റിട്ട് ആലോചിച്ചു, ഞാൻ ആരെ അടിക്കും? എന്റെ താഴെ ആരാ ഉള്ളത്? എനിക്ക് താഴെയുള്ളത് 0-മാണ്. 0-ത്തിനാകട്ടെ വിലയുമില്ല. അതിനിട്ട് അടിച്ചിട്ട് കാര്യമില്ല. അപ്പോഴാണ് 1-ന് ഒരു ബുദ്ധി ഉദിച്ചത്. മറ്റുള്ളവരെല്ലാം തൊട്ട് താഴെയുള്ളവരെ അടിച്ചൊതുക്കിയപ്പോൾ 1 തൊട്ട് താഴെയുള്ള 0-ത്തിനെ അടിക്കുകയല്ല ചെയ്തത്. 0-ത്തിന്റെ ഇടതുവശത്ത് വന്ന് നിന്നപ്പോൾ ഒരു വലിയ അത്ഭുതമാണ് അവിടെ നടന്നത്. 0-ത്തിന്റെ ഇടതുവശത്ത് 1 വന്ന് നിന്നപ്പോൾ 0-നും 1-നും വില കൂടി 10-ആയി മാറുകയാണ്. 9-നേക്കാൾ ഉയരത്തിൽ ആ 0-ഉം 1-ഉം കൂടെ ചേർന്നപ്പോൾ അതിന് ഏറ്റവും വില കൂടി എന്നുള്ള ആ കഥ ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാം. അതൊരു ക്രിസ്മസ് സന്ദേശമാണ്. 0-നോട് 0 വിലയുള്ളവരോട് ചേർന്ന് നമ്മളാകുന്ന 1 നിൽക്കുമ്പോൾ നമുക്കും നമ്മൾ ചേർത്ത് നിർത്തുന്നവർക്കും വില കൂടുകയാണ്.
സമൂഹം അവഗണിക്കുന്ന, മാറ്റി നിർത്തുന്ന, വിലയില്ലാത്തവരെന്ന്, അന്തസ്സില്ലാത്തവരെന്നും മൂല്യമില്ലാത്തവരെന്നും ഒക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നവരെ അവരോടൊപ്പം നിന്ന് ചേർത്ത് പിടിക്കുമ്പോൾ സമൂഹത്തിന്റെ ആകമാനം വില കൂടുകയാണ്. അങ്ങനെ ഒരു പ്രവൃത്തിയാണ് ക്രിസ്മസിൽ കൂടി നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഡിമോണിറ്റൈസേഷൻ നടന്നപ്പോൾ, നോട്ട് നിരോധനം നടന്നപ്പോൾ ഉണ്ടായ ഒരു കഥ ഞാൻ വായിച്ചു. ആ കാലത്തൊക്കെ നമുക്കൊക്കെ ആദ്യത്തെ കുറെ നാളുകൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. 2000 രൂപയൊക്കെയാണ് മാക്സിമം ബാങ്കിൽ നിന്ന് എടുക്കാനായിട്ട് അനുവാദം ഉണ്ടായത്. ആ കാലത്ത് ആളുകളൊക്കെ വളരെ നേരത്തെ തന്നെ ബാങ്കിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുമായിരുന്നു. ബാങ്ക് തുറക്കുമ്പോൾ തന്നെ ഈ 2000 രൂപ വിഡ്രോ ചെയ്യാനുള്ള ആ വലിയ തിടുക്കമൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയ ക്യൂ ഉണ്ടായിരുന്ന ഒരു ബാങ്കിന്റെ മുമ്പിലേക്ക് വെളുപ്പിന് 4 മണി മുതലൊക്കെ ആളുകൾ അവിടെ ക്യൂ നിൽക്കുകയാണ്. പെട്ടെന്ന് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വസ്ത്രധാരണം ചെയ്ത 2 ചെറുപ്പക്കാര് ഈ ക്യൂ ഒന്നും ശ്രദ്ധിക്കാതെ നേരെ ബാങ്കിന്റെ ഫ്രണ്ട് ഡോറിലേക്ക്, പ്രധാന വാതിലിന്റെ മുമ്പിലേക്ക് നടന്നു നീങ്ങുകയാണ്. രാവിലെ മുതലേ ക്യൂ നിൽക്കുന്നവർക്ക് വലിയ പ്രയാസമുണ്ടായി. അവരെ ഒന്നും ഗവനിക്കാതെ ക്യൂ നിൽക്കാതെ നേരെ ബാങ്കിന്റെ മുമ്പിലേക്ക് പോകുന്ന ഈ 2 ചെറുപ്പക്കാരെ ലക്ഷ്യമാക്കി ഈ ക്യൂവിലുണ്ടായിരുന്ന കുറച്ചു പേര് അങ്ങോട്ട് ചെന്നിട്ട് അവരെ പിടിച്ച് അവരെ ഇടിച്ചു താഴെ വീഴ്ത്തി. അവർ വീണ്ടും ഒരു പ്രകാരത്തിൽ എഴുന്നേറ്റ് ബാങ്കിന്റെ മുമ്പിലേക്ക് വീണ്ടും നടക്കുകയാണ്. അവരെ 2 വീണ്ടും പിടിച്ച് ഇടിച്ചു താഴെയിട്ടു. 2-3 പ്രാവശ്യം അവരെ ഇങ്ങനെ കൈകാര്യം ചെയ്തു. 3-ാമത്തെ പ്രാവശ്യവും താഴെ വീണപ്പോൾ അവർ 2 പേരും ഒരു പ്രകാരം എഴുന്നേറ്റ് നിന്നിട്ട് എല്ലാവരെയും നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് കഥ: നിനക്കൊക്കെ ഇത്രയും ഗമയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ ബാങ്ക് തുറക്കുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഇടിച്ചവർക്കും മറ്റുള്ളവർക്കും മനസ്സിലായത് അവരിടിച്ചു വീഴ്ത്തിയ 2 പേരിൽ ഒരാൾ ബാങ്കിന്റെ മാനേജരും 2-ാമത്തെ ആള് ബാങ്ക് എല്ലാ ദിവസവും തുറക്കുന്ന പ്യൂണുമായിരുന്നു എന്ന്. പക്ഷെ ഇടിച്ചു കഴിഞ്ഞാണ് അവരതെല്ലാം സത്യം അറിയുന്നത്. നമ്മൾ പലപ്പോഴും പലതിൻ്റെയും പേരിൽ, ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ പേരിൽ ഇടിച്ചു മാറ്റുന്നവരെ, അടിച്ചു താഴെയിടുന്നവരെ, അവരുടെ വില എന്താണെന്നും അവരാരാണെന്നും നമ്മൾ പലപ്പോഴും തിരിച്ചറിയുവാൻ വൈകും. നമ്മൾ പലതിൻ്റെയും പേരിൽ മാറ്റി നിർത്തുന്നവരും ബഹിഷ്കരിക്കുന്നവരും തള്ളിക്കളയുന്നവരും ഒക്കെ നമുക്ക് വേണ്ടി ഇന്ന് കാലിത്തൊഴുത്തിൽ പിറന്ന യേശുമാരാണ്, മനുഷ്യപുത്രന്മാരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. വിലയില്ലാത്തവരെന്ന് നമ്മൾ കരുതുന്നവർക്ക് വില നൽകി ആദരിക്കുന്നതാണ് ക്രിസ്മസ്. ഒരു വായിച്ച കഥയാണ്, നടന്ന സംഭവമാണ്. അതോടെ പറഞ്ഞതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു സംഭവ കഥയാണ്. നമ്മുടെ നാടിന്റെ, രാജ്യത്തിന്റെ അഭിമാനമായിരുന്നല്ലോ KR നാരായണൻ. അദ്ദേഹത്തിന്റെ ജീവചരിത്രം DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സുരേന്ദ്രൻ ചുനക്കര എഴുതിയ KR നാരായണൻ ഭാരതത്തിന്റെ വിശുദ്ധി എന്ന പുസ്തകം വായിക്കാത്തവർ വായിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. അത് വായിച്ച അവസരത്തിലൊക്കെ എന്നെ ഹൃദയസ്പർശിയായിട്ട് അത് സ്വാധീനിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ചെറിയ സംഭവം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് വാക്കുകൾ അവസാനിക്കും. നാരായണൻ നമുക്കറിയാവുന്നതുപോലെ കോട്ടയംകാരനായ വളരെ പാവപ്പെട്ട ഒരു ദരിദ്ര കുടുംബത്തിൽ പിറന്ന ദരിദ്ര നാരായണനായിരുന്നു അക്ഷരാർത്ഥത്തിൽ KR നാരായണൻ. വീട്ടിൽ മുഴുപട്ടിണിയായിരുന്നു ചെറുപ്പത്തിൽ. അതിന്റെ കൂടെ ജാതിയുടെ പേരിലും നിറത്തിന്റെ പേരിലും അദ്ദേഹം അനുഭവിച്ച വിവേചനങ്ങൾ, നിന്ന, പരിഹാസം, അതെല്ലാം വളരെ ഹൃദയസ്പർശിയായി പുസ്തകം വിവരിക്കുന്നു. ഒരു ദിവസം രാവിലെ സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്ന നാരായണൻ എന്ന ബാലനെ മകനെ നോക്കി അമ്മ പറയുന്ന ഒരു ഭാഗമുണ്ട്: മോനെ, നിനക്കിന്ന് രാവിലെ പ്രഭാത ഭക്ഷണം തന്ന് എന്തെങ്കിലും തരാനായിട്ട് അമ്മയുടെ കയ്യിലൊന്നുമില്ല. നിനക്ക് ഉച്ചഭക്ഷണം പുതിയായി കെട്ടിത്തരുവാനും അമ്മയുടെ കയ്യിലൊന്നുമില്ല. പക്ഷെ നീ വിഷമിക്കരുത്. നീ വൈകുന്നേരം മടങ്ങി വരുമ്പോൾ നിനക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും ആഹാരം അമ്മ കരുതി വെക്കാം. ആ പ്രത്യാശയോടെ മകൻ പോകണമെന്ന് പറഞ്ഞ് അവന്റെ മുമ്പിൽ കരയുന്ന അമ്മയുടെ ഒരു ചിത്രം. അതെല്ലാം കേട്ട് നാരായണൻ സ്കൂളിലേക്ക് പോവുകയാണ്. ഉച്ചയ്ക്ക് എല്ലാവരും ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് പിരിയുമ്പോൾ ഭക്ഷണമില്ലാതെ നാരായണൻ അടുത്ത തെങ്ങിൻ തോപ്പിലേക്ക് പോയി അവിടെയുള്ള കിണറ്റിൽ നിന്ന് ആവോളം വെള്ളം കോരി കുടിച്ച് വയറ് നിറയ്ക്കും. അപ്പോഴവന്റെ പ്രതീക്ഷ
വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ അമ്മ എന്തെങ്കിലും കരുതി വെക്കും. ആ പ്രതീക്ഷയോടെ വൈകുന്നേരം വീട്ടിൽ മടങ്ങിയെത്തിയ മകന്റെ മുമ്പിലേക്ക് വാതുക്കൽ നിന്ന് വാവിട്ട് നിലവിളിക്കുന്ന അമ്മയുടെ ചിത്രം. മോനെ, നിനക്ക് വേണ്ടി ഇവിടെ ഉണ്ടായിരുന്ന അല്പം അരി അവലാക്കി ഞാൻ വെച്ചിരുന്നു നിനക്ക് ഭക്ഷണം തരുവാനായിട്ട്. പക്ഷെ നീ വരുന്നതിന് അരമണിക്കൂർ മുമ്പ് ഒരു യാചകൻ, ഒരു ഭിക്ഷക്കാരൻ എന്റെ മുമ്പിൽ വന്ന് നിലവിളിച്ച് അമ്മയെ വിശന്നിട്ട് പാടില്ല, 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന അവൽ ആ മനുഷ്യന് കൊടുക്കാതിരിക്കാൻ നിന്റെ അമ്മയ്ക്ക് മനസ്സ് വന്നില്ല എന്ന് പറഞ്ഞവനെ ചേർത്ത് പിടിച്ച് കരയുന്ന അമ്മയുടെ ചിത്രം. അങ്ങനെയാണ് നാരായണൻ വളർന്നു വന്നത്. അങ്ങനെയാണ് അദ്ദേഹം പഠിച്ചു വലുതായത്. എത്രയോ യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് കിട്ടാതെയും അഡ്മിഷൻ കിട്ടാതെയും മാറ്റി നിർത്തി. പക്ഷെ അദ്ദേഹം നിശ്ചയദാർഢ്യത്തോടെ പഠിച്ച് വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി PhD ഒക്കെ എടുത്ത് പിന്നീട് ഇന്ത്യയുടെ സ്ഥാനപതിയായി, ഹൈക്കമ്മീഷണറായി, അംബാസഡറായി എത്രയോ രാജ്യങ്ങളിൽ പേരുകേട്ട ഒരു ഉദ്യോഗസ്ഥനായും നയതന്ത്രജ്ഞനായും ഒക്കെ അദ്ദേഹം തിളങ്ങി. തന്നെ മാറ്റി നിർത്തിയ യൂണിവേഴ്സിറ്റികളൊക്കെ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് കൊടുത്ത് പിന്നീട് ആദരിച്ചു. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു. ഒറ്റപ്പാലത്ത് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് എതിരെ മത്സരിച്ചവർ അദ്ദേഹത്തെ കളിയാക്കി. അപ്പോൾ അദ്ദേഹം പാൻറ്റും സ്യൂട്ടും ഒക്കെ ധരിക്കുന്ന കാലമാണ്. മുണ്ടെടുക്കാൻ അറിയാൻ മേലാത്ത നാരായണനെയാണോ ഇന്ത്യൻ പാർലമെന്റിലേക്ക് നമ്മൾ അയക്കുക എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിച്ചപ്പോൾ നാരായണൻ മറുപടി നൽകിയത്, അങ്ങനെ പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നാരായണന് മുണ്ടെടുക്കാൻ അറിയാമെന്ന് മാത്രമല്ല, മുണ്ട് നന്നായി മുറുക്കി എടുക്കാനും നല്ല ശീലമുണ്ട് എന്ന് നിങ്ങൾ അറിയണമെന്ന്. മുണ്ട് മുറുക്കി എടുക്കുന്നവർ പട്ടിണിക്കാരാണ്. വിശപ്പറിയാതിരിക്കാനായിട്ട് വെള്ളം നിറച്ച് കുടിച്ച് വയറ് നിറച്ച് മുണ്ട് മുറുക്കി എടുക്കുന്ന നാരായണന്മാർ. ആ നാരായണൻ നമുക്കൊക്കെ ഒരു കാലത്ത് ഏറ്റവും അവസാനത്തവനായിരുന്നുവെങ്കിൽ, ജാതിയുടെയും നിറത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഒക്കെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവനായിരുന്നുവെങ്കിൽ, ഏറ്റവും അവസാനത്തവനായിരുന്നുവെങ്കിൽ, ദൈവം അദ്ദേഹത്തെ ഇന്ത്യയുടെ ഒന്നാമനായി നമുക്ക് മീതെ ഉയർത്തിയെങ്കിൽ അതാണ് ക്രിസ്മസിന്റെ സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ ആരെയും നമ്മളെക്കാൾ കുറഞ്ഞവരെന്ന് എണ്ണുവാൻ ഇടവരരുത്. എല്ലാവരെയും നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന്, വില കൂടിയവരെന്ന് എണ്ണി പരിഗണിക്കുവാനും ചേർത്ത് നിർത്തുവാനും പങ്കിടുവാനും കരുതുവാനുമുള്ള സന്ദേശമാണ് ക്രിസ്മസ് യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് നൽകുന്നത്. ഏറ്റവും ചെറിയവനായി ഏറ്റവും വലിയവനായ ദൈവം അവതരിച്ച് ചെറിയവർക്ക് വില നൽകുവാനായിട്ട്, ഏറ്റവും അവസാനത്തവനെ ഒന്നാമനാക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് തിരുവവതാരം ചെയ്ത ചെറിയ ദൈവം, ചെറിയവരുടെ ദൈവത്തെ ചെറിയവരുമായി അവർക്ക് വില നൽകി അവരെ ചേർത്ത് നിർത്തുന്നത് വഴി അവരുമായി നമുക്കുള്ളതിനെ പങ്കുവച്ച് യഥാർത്ഥ ക്രിസ്തുവിനെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. ആ ക്രിസ്തു നിറഞ്ഞ ക്രിസ്മസ് ആഘോഷമാകട്ടെ ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തു നിറഞ്ഞ ക്രിസ്മസിന്റെയും നന്മയും സമാധാനവും രോഗമില്ലാത്തതുമായ സൗഖ്യദായകമായ ഒരു പുതിയ വർഷവും വളരെ വിനയത്തോടു കൂടി നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ക്രിസ്റ്റോസ് ഇടവകയ്ക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച് നിങ്ങളോട്, പ്രത്യേകിച്ച് എൻ്റെ സതീർത്ഥ്യനും സഹപാഠിയും സഹോദരനുമായ PJ ജോൺ അച്ഛനോടും മറ്റെല്ലാ വൈദികരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ പരിപാടിയിൽ മുഴുവൻ സമയം പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മറ്റ് തിരക്കുകൾ ഉള്ളതുകൊണ്ട് ഞാൻ ഉടനെ എക്സിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി എന്നോട് ക്ഷമിക്കണം. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതിയ വർഷത്തിന്റെയും നന്മകളും മംഗളങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. തിരുമേനിയുടെ തിരക്ക് നിറഞ്ഞ ഈ സായാഹ്നത്തിൽ അല്പസമയം നമ്മുടെ കൂടെ ചെലവഴിച്ചതിനായും ഏറെ അർത്ഥസമ്പുഷ്ടമായ ഒരു സന്ദേശം നൽകി നമ്മയെല്ലാം അനുഗ്രഹിച്ചതിനായുമുള്ള പ്രത്യേക നന്ദി ക്രിസ്തോസ് മാർത്തോമ ഇടവകയുടെ നാമത്തിലും ക്രിസ്തോസ് സ്ക്വയറിന്റെ പേരിലും അറിയിക്കുന്നു. ഈ സുന്ദര ധനു രാവിങ്കിൽ പുഷ്പങ്ങൾ പൂത്തും പൂന്തന്നൽ വീശിയും പ്രകൃതി തന്നെ യേശുകുമാരനെ വരവേൽക്കുന്നു. മാലാകമാരോടൊപ്പം നമുക്കും തപ്പുകൾ കൊട്ടിയും കിന്നരം മീട്ടിയും ലോകത്തിന്റെ രക്ഷകനെ വരവേൽക്കാം.
കുയിലുകൾ പാടുന്നു, കുരുവികൾ ആടുന്നു എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് മിസ്റ്റർ എബി ഏബ്രഹാമും അറേഞ്ച്മെന്റ്സ് മിസ്റ്റർ ഏബ്രഹാം സി മാത്യുവുമാണ്. നമ്മുടെ ക്രിസ്തോസ് വെർച്വൽ കൊയർ ഈ ഗാനം അവതരിപ്പിക്കുന്നു. Secretary Mr. B.G. Samuel will now propose the vote of thanks. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമായി ഈ ലോകത്ത് പൂജാതനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുന്ന ക്രിസ്മസ് ദിനത്തിൽ കാക്കനാട് ഇടവകയായി ഈ 2020 ഡിസംബർ മാസം 20-ാം തീയതി ഈ ഇടയിൽ വെച്ച് നമുക്കൊരു കരോൾ സർവീസ് നടത്തുവാൻ ദൈവം നൽകിയ കൃപയോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തൃത്വത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് ഈ കരോൾ ഗാന ശുശ്രൂഷയ്ക്ക്
നേതൃത്വം നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇടവികാരി PJ ജോൺ അച്ഛനാണ്. അച്ഛൻ എൻ്റെ വളരെ സ്നേഹത്തോടു കൂടിയുള്ള നമ്മുടെ ഓരോ ഗ്രൂപ്പിനോടും എല്ലാ ചർച്ചിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അച്ഛൻ വളരെ ആക്റ്റീവായി അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി അച്ഛനെ പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. കൂടാതെ അച്ഛന് വേണ്ട എല്ലാ അനുഗ്രഹവും ആരോഗ്യവും ബലവും കർത്താവ് ഈ പുതിയ വർഷം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് കരോളിൻ്റെ പേരിൽ കാക്കനാട് ക്രിസ്മസ് മാർത്തമ ഇടവയുടെ പേരിലും കൊയറിൻ്റെ പേരിലുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് നമുക്ക് ലഭിച്ചത് നിരണം ഭദ്രാസനത്തിൻ്റെ ജാക്കോബച്ച് ചർച്ച് നിരണം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലീത്തയായ റൈറ്റ് റെവറൻ ഗീവറീസ് മാർ കുർലൂസ് തിരുമേനിയാണ്. തിരുമേനി വളരെ അനുഗ്രഹമായ ഒരു സന്ദേശമാണ് തിരുമേനിയിൽ കൂടെ നമുക്ക് ലഭിക്കുവാൻ സാധിച്ചത്. ഈ ക്രിസ്മസ് കാലയളവ് മറ്റുള്ളവരോട് താഴ്മയോട് എളിമയോട് ജീവിക്കുവാൻ, അതാണ് തിരുമേനിയുടെ വാക്കിലൂടെ ശ്രവിക്കുവാൻ നമുക്ക് സാധിച്ചത്. മനോഹരമായ ഒരു സന്ദേശം തിരുമേനിയിലൂടെ നമുക്ക് ലഭിക്കുവാൻ സാധിച്ചു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തിരുമേനി നൽകിയ എല്ലാ സ്നേഹമായ ആ ദൂതിനെ ഓർത്ത് കാക്കനാട് ഇടയുടെ പേരിൽ ക്രിസ്തുസ് മാർത്തമയുടെ പേരിലും കൊയറിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് ക്രിസ്മസ് ഗാന ശുശ്രൂഷയുടെ ഗാനങ്ങൾ സീനിയർ കൊയറിൻ്റെ ഗാനങ്ങൾക്ക് നേതൃത്വം നൽകിയ രണ്ടുപേരാണ്. സീനിയർ കൊയറിന് ഉഷ ജേക്കബ് ആൻറ്റിയാണ് നമ്മുടെ സീനിയർ കൊയറിൻ്റെ നേതൃത്വം നൽകിയത്. ജൂനിയർ കൊയറിന് നേതൃത്വം നൽകിയത് റൂബൻ ഉമ്മനാണ്. വളരെ മനോഹരമായി ഒരു ഗാനങ്ങൾ അഭ്യസിപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ട പ്രചോദനം നൽകി വളരെ അനുഗ്രഹമായി ഞങ്ങൾക്ക് ഇവിടെ പാടുവാൻ ഇടയാക്കിയത് ഇവർ രണ്ടുപേരെയും കഴിവിൻ്റെ പ്രയത്നഫലമാണ്. ഇവരോടുള്ള പ്രത്യേകമായ നന്ദി ഇടയുടെ പേരിലും ക്രിസ്മസ് കരോൾ സർവീസിൻ്റെ പേരിലും കൊയറിൻ്റെ പേരിലും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഈ ഗാനശുശ്രൂഷയ്ക്ക് പല ആൾക്കാരുടെ സപ്പോർട്ട് ലഭിക്കുവാൻ സാധിച്ചു. മിസ്റ്റർ സുദീപ് ചെറിയാൻ, മിസ്റ്റർ സുനിത ജേക്കബ്, അനില, ഷിബു, നീബ, പ്രദീപ് എന്നിവരുടെ സാന്നിധ്യം സഹകരണം വളരെയായിരുന്നു. ഈ കൊച്ചു കുട്ടികളെ ഗാനങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത സുനിത കൊയറിൻ്റെ ലേഡീസ് സെക്രട്ടറി സുനിത ജേക്കബിനോടുള്ള പ്രത്യേക നന്ദി, ഇവരോടുള്ള പ്രത്യേക നന്ദി ഇടയുടെ പേരിലും കൊയറിൻ്റെ പേരിലും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ഈ വർഷത്തെ നമ്മുടെ അസിസ്റ്റന്റ് വികാരി ബെൻസി അച്ഛൻ ഇവിടെ വരാൻ അച്ഛന് പരിയായതുകൊണ്ട് വരുവാൻ സാധിച്ചില്ല. അച്ഛനിത് ശ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് വീട്ടിലിരുന്ന്. അച്ഛന് ജോൺ വർഗീസ് അച്ഛന് ഇടയുടെ പേരിലും കൊയറിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. കൂടാതെ AV ടീമാണ് ഇന്നത്തെ ഈ സൂമായിട്ട് ഉള്ള ഈ കരോൾ സർവീസ് ലോകത്ത് പലയിടത്തും കാണിക്കുവാൻ നമ്മുടെ ഇടയിലുള്ള ആൾക്കാർക്കും പല ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് ചെയ്യുവാൻ ഇന്ന് നേതൃത്വം നൽകിയത് മിസ്റ്റർ ജെയിംസ്, മിസ്റ്റർ ഷോബി മാത്യു, അവരുടെ ടീം വർക്കാണ്. അവർക്ക് സപ്പോർട്ട് ചെയ്ത മിസ്റ്റർ ബിനു മാത്യു, മിസ്റ്റർ ജോഷുവ ജോൺ തോമസ്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്ന മിസ്റ്റർ അഭിഷേക് എന്നിവരോടുള്ള പ്രത്യേക നന്ദി ഇടയുടെ പേരിലും കൊയറിൻ്റെ പേരിലും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയും ചെയ്യും. ഇന്ന് ഈ ക്രിസ്മസ് ട്രീ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഇടവ അംഗമായ മിസ്റ്റർ ജോൺ തോമസ് ജോഷുവ. വളരെ മനോഹരമായ ഈ ട്രീ ഇത്രയും സ്പോൺസർ ചെയ്ത് നമുക്ക് നൽകിയ ജോൺ തോമസ് കുട്ടിച്ചാനുള്ള പ്രത്യേക നന്ദി ഇടയുടെ പേരിലും കൊയറിൻ്റെ പേരിലും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ ക്രിസ്മസ് കേക്ക് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ മിസ്റ്റർ ജോൺ തോമസ് നോയൽ ഇവിടെ വന്നിട്ടുണ്ട്. ജോൺ തോമസ് ആൻഡ് ഗീത ചേച്ചിയോടുള്ള പ്രത്യേക നന്ദി ഇടയുടെ പേരിലും കൊയറിൻ്റെ പേരിലും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. പിന്നെ കൂടാതെ നമ്മുടെ ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ സപ്പോർട്ട് ചെയ്ത യൂത്തിലെ കുറേ മെമ്പേഴ്സ് ഇന്നലെ ഇവിടെ വന്നാണ് ഈ ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് യൂത്തിലെ എല്ലാ മെമ്പേഴ്സിനോട് ഇടയുടെ പേരിലും കൊയറിൻ്റെ പേരിലുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഈ നമ്മുടെ ഈ ക്രിസ്മസ് ഗാന ശുശ്രൂഷ ലോകത്ത് പല ഭാഗത്ത് ഇരുന്ന് കാണുന്ന നമ്മുടെ ഇടവാംഗങ്ങൾ,
നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി കാക്കനാട് ക്രിസ്മസ് മാർത്തമ്മ ഇടവയുടെ പേരിലും കൊയറിൻ്റെ പേരിലുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി മേരി ക്രിസ്മസ് വിഷസ് ആശംസകൾ നേർന്നുകൊള്ളുന്നു. I request Reverend John Achin to lead us with the closing prayer and benediction. ഇത്രയും മനോഹരമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ കർത്താവ് സഹായിക്കുന്നു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് ഈ സന്ധ്യയെങ്കിൽ ഞങ്ങൾക്ക് നൽകിയ നല്ല മനോഹരമായിട്ടുള്ള ക്രിസ്മസ് സന്ദേശത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ സ്നേഹമാകുന്നുവല്ലോ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുവാൻ കർത്താവിന് മനസ്സായത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തതായിട്ടുള്ള ആ മനസ്സ്, അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹം. ആ സ്നേഹമാകുന്നുവല്ലോ ഒരു മനുഷ്യ ശിശുവായിട്ട് ബേത്ലഹേമിൽ പൂജാതമായത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹത്തിൻ്റെ മൂർത്തരൂപമായിരുന്നു യേശു ക്രിസ്തു. കർത്താവിൻ്റെ ജീവിതവും കർത്താവ് പറഞ്ഞതും കർത്താവ് ചെയ്തതും എല്ലാം സ്നേഹം. കർത്താവെ, ഈ ക്രിസ്മസിൽ ഞങ്ങൾ ആഘോഷിക്കുന്നത് ഈ വലിയ സ്നേഹത്തെയാണ്. ഈ വലിയ സ്നേഹത്താൽ അവിടുന്ന് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കുകയും ഭരിക്കുകയും നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്നേഹം ഞങ്ങൾ പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, ഈ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമായി തീരണമേ. ഈ സ്നേഹം പ്രയോഗതലത്തിൽ, ശുശ്രൂഷാതലത്തിൽ വരുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ ക്രിസ്മസിൽ യഥാർത്ഥത്തിൽ ആ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങളിൽ കൂടെ സാക്ഷിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ഇടയാക്കി തീർക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള വിധത്തിൽ ഈ ക്രിസ്മസ് കൊണ്ടാടുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദിവ്യസ്നേഹം കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കുകയും ഭരിക്കുകയും നടത്തുകയും ചെയ്യണമേ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ളൊരു ക്രിസ്മസ് അനുഭവം ഈ വർഷത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും ദൈവനാമം മഹത്വപ്പെടണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവും പ്രിയ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സാന്നിധ്യം, സഹവാസം, പ്രിയമുള്ളവരെ, നാം എല്ലാവരോടും കൂടെ ഈ ക്രിസ്മസിൻ്റെ അവസരത്തിലും ഈ വർഷത്തിലും നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള അവസരത്തിലും പുതിയ വർഷത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലും നമ്മോടുകൂടെ ഇരുന്ന് നമ്മളെ പരിപാലിച്ച് വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. Please join the choir in singing the closing carol, Silent Night, Holy Night.
wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Good tidings we bring to you and your King. Good tidings of Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Let's thank God Almighty once again for giving us the opportunity to gather together and share the love and good news of Christmas through this online platform, even amidst this pandemic. As we celebrate this Christmas, let it be one of faith, peace, and hope. But most importantly, may our Christmas share God's love. Good night and a very Merry Christmas and a Happy New Year. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ കമ്പയർ ചെയ്ത് സഹായിച്ച ജീനയോടും അലീഷയോടും പ്രത്യേകം നന്ദി ഈ സമയത്തെ അറിയിക്കുന്നു.